Hello students, നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് കിടക്കുകയാണ്. സെക്കൻഡ് സെമസ്റ്ററിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 അതിൽ 4 യൂണിറ്റാണുള്ളത്. അതിൽ മൂന്നാമത്തെയും നാലാമത്തെയും യൂണിറ്റ് കാൽക്കുലസ് ആണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ അവസാനത്തെ 3ഉം 4ഉം യൂണിറ്റുകളെന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷനാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റഗ്രേഷൻ ആദ്യമേ തുടങ്ങുന്നത്. നമ്മൾ ഡിഫറൻസിയേഷൻ തീർത്തു, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും, മറന്നു പോകത്തില്ല. ഡിഫറൻസിയേഷൻ്റെ റിസൾട്ടുകൾ ഓർത്തിരുന്നാൽ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിഫറൻസിയേഷനിൽ നിന്നാണ് നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിഫറൻസിയേഷനിൽ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നമുക്കിവിടെയും പഠിക്കാനുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് റിസൾട്ടിലേക്ക് പോവുകയാണ്. അതിന് ഡിഫറൻസിയേഷൻ്റെ റിസൾട്ട് നമുക്ക് അറിയണം. നമുക്ക് ഡിഫറൻസിയേഷനിൽ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഒരെണ്ണമാണ് എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു എൻ ഈസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്തുള്ള എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു പവർ എൻ ആകുമ്പോൾ എൻ മൈനസ് 1 വരും, എൻ പ്ലസ് 1 വരുമ്പോൾ എൻ വരും. അപ്പോൾ എൻ പ്ലസ് 1 എക്സ് റൈസ് ടു എൻ എന്ന് വരും. ഇനി നിങ്ങൾ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ എൻ പ്ലസ് 1 ക്യാൻസൽ ആയിട്ട് എക്സ് റൈസ് ടു എൻ എന്ന് കിട്ടും. ഇനി ഒരു കോൺസ്റ്റന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു, അതുകൊണ്ടാണ് കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. അതിന് ഇതിനെ മൊത്തത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു എൻ കിട്ടും. അപ്പോൾ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു എൻ കിട്ടും. ഇനി തിരിച്ച് എക്സ് റൈസ് ടു എന്നിൽ നിന്നും ഇത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റന്റ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് റിവേഴ്സ് ഓപ്പറേഷനാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രലാണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി. സിംബോളിക്കലി നമ്മളിങ്ങനെ എഴുതുന്നു. സിമ്പിൾ ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ സിമ്പിൾ എന്ന് പറയും. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ്. ഒരു ഡി എക്സ് എന്നുള്ള ടേമും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യും ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവർ ഒന്ന് കൂടും, എൻ പ്ലസ് 1 ആവും. അപ്പോൾ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റന്റ്. ഇതാണ് വരുന്നത്. ഇവിടെ എന്നിന് -1 വരാൻ പാടില്ല. എന്നിന് -1 വന്നു കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 എന്നാവും. അപ്പം ബൈ 0 നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡിവിഷൻ ബൈ 0 പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? n നോട്ട് ഈസ് ഈക്വൽ ടു -1 എന്ന് എഴുതും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റന്റ് വേർ n നോട്ട് ഈസ് ഈക്വൽ ടു -1. അടുത്ത ഡെറിവേറ്റീവ് ആണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x എന്ന് കിട്ടും, കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്ന് കിട്ടും. അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/x ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻ്റ് ആണ്. ഈ റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മൾ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1, കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എക്സ് പ്ലസ് സി. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അടുത്ത റിസൾട്ട് കെ ഇൻറ്റു എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് സിയെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കെ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ കെ ഇൻറ്റു 1 പ്ലസ് സിയുടെ ഡെറിവേറ്റീവ് 0. അപ്പം കെ ഇൻറ്റു 1 എന്ന് കിട്ടും, അതായത് കെ എന്ന് കിട്ടും. തിരിച്ചു വരുന്ന ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ കെ ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ കെ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക. അടുത്ത 4 റിസൾട്ട് പഠിപ്പിക്കുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് എന്നറിയാം. അപ്പോൾ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ് എന്ന് കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്.
അപ്പോൾ മൈനസ് സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പോഴാണ് കോസ് എക്സ് കിട്ടുന്നത്. അപ്പോൾ സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. അതുപോലെ ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സീക്ക് സ്ക്വയർഡ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ തിരിച്ച് സീക്ക് സ്ക്വയർഡ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടാൻ എക്സ് എന്ന് കിട്ടും. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് സ്ക്വയർഡ് എക്സ് ആണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മൈനസ് കൊസീക്ക് സ്ക്വയർഡ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോട്ട് എക്സ് ആണ്. അപ്പോൾ മൈനസ് മാറി കൊസീക്ക് സ്ക്വയർഡ് എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോട്ട് എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്, ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്, ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ട് എക്സ്. അടുത്ത രണ്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സീക്കൻഡ് എക്സ് ടാൻ എക്സ്. അപ്പോൾ തിരിച്ച് സീക്കൻഡ് എക്സ് ടാൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സീക്ക് എക്സ് പ്ലസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. അതുപോലെ കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്കൻഡ് എക്സ് കോട്ട് എക്സ് ആണ്. തിരിച്ച് കൊസീക്കൻഡ് എക്സ് കോട്ട് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് എ കോൺസ്റ്റൻ്റ് എന്ന് വരും. അടുത്ത രണ്ട് റിസൾട്ടാണ്. നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/√1 - x² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് 1/√1 - x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും മെമ്മറൈസ് ചെയ്യുക. അടുത്ത ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/1 + x² ആണ്. അപ്പോൾ തിരിച്ച് 1/1 + x² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അതുപോലെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x × √(x²- 1) ആണ്. അപ്പോൾ 1/x × √(x²- 1) ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും റിസൾട്ടാണ് നമുക്ക് ആദ്യത്തെ സെറ്റായിട്ട് പഠിക്കാനുള്ളത്. ഈ റിസൾട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ. ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട്സൊക്കെ ഞാൻ കൺസോൾഡേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത്രയും സ്റ്റാൻഡേർഡ് റിസൾട്ട്സാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. 13 റിസൾട്ടുണ്ട്. ഈ റിസൾട്ടുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളിത് കാണാതെ പഠിക്കുക. അതിനെ മെമ്മറൈസ് ചെയ്യുക. മെമ്മറൈസ് ചെയ്തിട്ട് 13 റിസൾട്ടും മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതുപോലെ എങ്ങനെ ഇത് മെമ്മറൈസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്യും ഇതിൻ്റെ അങ്ങോട്ടുള്ള പ്രോഗ്രസ്. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ എഴുതി പഠിക്കുകയോ വായിച്ച് പഠിക്കുകയോ ഒക്കെ ചെയ്യുക. ഇനി നമ്മളതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ 3x + 4 × 2x - 1 dx. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യണം ആദ്യം ഈ ബ്രാക്കറ്റൊക്കെ മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. ആദ്യം 3x കൊണ്ട് 2xനെ മൾട്ടിപ്ലൈ ചെയ്യണം, -1നെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് 4 കൊണ്ട് 2xനെയും മൾട്ടിപ്ലൈ ചെയ്യണം, -1നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 3x കൊണ്ട് 2xനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3x കൊണ്ട് -1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3x × 2x - 3x × 1 പ്ലസ് ഇത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 4 കൊണ്ട് 2xനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് 4 കൊണ്ട് -1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യണം. 3 × 2 6 ആണ്. അപ്പോൾ 6x². -3x ഇത് പ്ലസ് 8x. 8x - 3x 5x ആണ്. അപ്പോൾ 6x² + 5x - 4 എന്ന് വരും. ഇനി x²നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാം. x⁻n ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁻n+1/n+1, അതായത് n-ൻ്റെ പവർ ഒന്ന് കൂടും, n+1 ആവും. അപ്പോൾ ഇവിടെ x² ആണ്, പവർ ഒന്ന് കൂടും, x³/3. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2. -4 × dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 6 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 5 ഇൻറ്റു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 4 ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എക്സ് ആണ്. ഡി എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്.